അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് റോസയിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് പരാതിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ റോസ പൂക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതിനകത്ത് നല്ലൊരു ടിപ്പാണ്. നമ്മൾ കടയിൽ പോയി ഒരു സാധനവും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട. നമ്മുടെ വീട്ടിൽ വരുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം റോസയിൽ പൂക്കൾ വിജയിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാറുണ്ട് റോസ ചെടിക്ക് ചുവന്ന മണ്ണാണ് ആവശ്യമെന്ന്. റോസ് ചെടിക്ക് ചുവന്ന മണ്ണിലെ മിനറൽസാണ് എല്ലായ്പ്പോഴും ആവശ്യം. പക്ഷേ നമ്മൾ ചുവന്ന മണ്ണ് കിട്ടാനില്ലാത്തവർ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. നമുക്കവിടെ ചെങ്കല്ല് കിട്ടുമല്ലോ, ചെങ്കല്ല് വീടൊക്കെ പണിയാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചെങ്കല്ല് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടിക കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ആ മണ്ണ് അതൊന്ന് പൊടിച്ച് പൊട്ടി മിക്സിൻ്റെ കൂടെ ചേർത്താൽ മതിയാവും. പിന്നെ പൊട്ടി മിക്സിനകത്ത് അമിതമായിട്ട് ഒരു കാരണവശാലും ചകിരിച്ചോറ് ചേർക്കരുത്. ചകിരിച്ചോറ് ചേർക്കാം, ഏറ്റവും മിനിമം ക്വാണ്ടിറ്റിയിൽ ചകിരിച്ചോറ് ചേർക്കാം, ജലാംശം ഒന്ന് നിലനിൽക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം പൊട്ടി മിക്സ്, അതിന് വേണ്ടി മാത്രം ചേർത്താൽ മതി. പിന്നെ പൊട്ടി മിക്സിനകത്ത് നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കരിക്കട്ട. കരിക്കട്ട നന്നായിട്ട് എയറേഷൻ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കാർബൺ കണ്ടൻറ്റ് ചെടിക്ക് കൊടുക്കുകയും ചെയ്യും. അത് ചെടികൾക്ക് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ധൈര്യമായിട്ട് കുറച്ച് കരി എടുത്ത് ഇടിച്ച് പൊടിച്ച് ചേർത്തുകൊള്ളുക പോട്ട് മിക്സിനകത്ത്. പിന്നെ ചാണകപ്പൊടി, ഒരല്പം ഫംഗിസൈഡ്. ചാണകപ്പൊടി ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മൾ തീർച്ചയായിട്ടും ഉണങ്ങി നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി ഉപയോഗിക്കുക. കാരണം കട്ടയായിട്ട് കിടക്കുന്ന ചാണകപ്പൊടി അവിടെ കിടക്കത്തേ ഉള്ളൂ, ഒരിക്കലും ഉടയത്തില്ല. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് മണ്ണിനകത്ത് ദ്രവിച്ച് ചേർന്നോളും. പക്ഷേ എന്നാലും ആദ്യ സമയത്തൊന്നും നമുക്കത് ഗുണം ചെയ്യില്ല, കട്ടയായിട്ട് ചേർക്കില്ല. കാരണം അതിനകത്ത് ബാക്ടീരിയ വർക്ക് ചെയ്യാത്തത് വരെ ഹ്യൂമസ് ആയിട്ട് മാറിയിട്ടുള്ള ചാണകപ്പൊടി ആയിരിക്കില്ലത്. അതുകൊണ്ടാണ് അത് ചേർക്കേണ്ട എന്ന് പറയുന്നത്. പിന്നെ അല്പം ഫംഗിസൈഡും കൂടി ചേർത്തേക്കുക. അപ്പോൾ അതാണ് നമ്മുടെ പോട്ടി മിക്സ്. കൈ കൊണ്ടെടുത്ത് ഉരുട്ടി നോക്കുമ്പോഴേക്കും ഒരു കാരണവശാലും കട്ടയായിട്ട് ഉരുണ്ട് വരരുത്. അത് മിനിമമായിട്ട് നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇരിക്കുന്ന പോലെ ഇരിക്കണം. പിന്നെ ഉള്ളത് പോട്ടി മിക്സ് ഇങ്ങനെ നന്നായിട്ട് തയ്യാറാക്കി നിറച്ച് നമ്മൾ ചെടിച്ചട്ടിയിൽ റോസ് ഇറക്കി വെക്കുമ്പോൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന റോസിൻ്റെ മണ്ണ് കുറച്ചൊക്കെ എല്ലാവരും മാറ്റാറുണ്ട്. അപ്പോൾ ആ മണ്ണ് മുഴുവനായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പകുതിയായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നല്ല കട്ടയ്ക്ക് ഇരിക്കുന്ന റോസ് ചെടികളാണെങ്കിൽ മാത്രം മണ്ണ് ഒന്ന് കുതിർത്താൽ മതി. മണ്ണിന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് അങ്ങ് ഇറക്കി വെക്കുക. കാരണം നമ്മൾ തന്നെ എല്ലാവരും വീഡിയോയിൽ കാണിക്കാറുണ്ട് പകുതി മണ്ണങ്ങ് അടത്തി കളയുന്ന പരിപാടി. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വേരുകൾക്ക് ഡാമേജ് സംഭവിക്കാം. അപ്പോൾ അത് സംഭവിക്കാതെ നമ്മൾ വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കുക. വേണമെങ്കിൽ അല്പം ഫംഗിസൈഡ് ചേർത്തോളുക, സാഫോവല്ലോ ഒരല്പം മതി മിനിമം ചേർത്തിട്ട് ആ വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കുക. പതുക്കെ ഒന്ന് കൈ കൊണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് കഴിയുമ്പം കുറേ മണ്ണൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ അതിൻ്റെ ആ കട്ടി അങ്ങ് പൊക്കോളും. അതിന് ശേഷം ആ മണ്ണോടുകൂടി തന്നെ ബാക്കിയിരിക്കുന്ന മണ്ണോടുകൂടി തന്നെ നമ്മുടെ പോട്ടി മിക്സിലേക്ക് റോസ ഇറക്കി വെക്കുക. ഇനി അഥവാ വലിയ പ്രശ്നമുള്ള മണ്ണല്ലെങ്കിൽ അതൊട്ടും കളഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. തറഞ്ഞിരിക്കുന്ന മണ്ണല്ലെങ്കിൽ അത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇറക്കി അങ്ങ് വെച്ചിട്ട് നന്നായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ ബഡ് റോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ബഡ് മൂടുന്ന രീതി വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാനായിട്ട്. നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെ പോട്ടി മിക്സ് തയ്യാറാക്കുക. അതിനുശേഷം നമ്മൾ പ്രൂണിങ് പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാം. പൂവുണ്ടായി തീരുമ്പോൾ പ്രൂൺ ചെയ്യണം, പഴുത്ത ഇലകളെല്ലാം റിമൂവ് ചെയ്യണം, ഉണങ്ങിയ കമ്പുകളെല്ലാം മുറിച്ച് മാറ്റണം. ഇത്രയും ചെയ്ത് റോസ നീറ്റാക്കി വെക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് വളത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും വളം ഉപയോഗിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു വളമാണ് DAP. റോസയ്ക്ക് പൂക്കളുണ്ടാകാൻ DAP വളരെ നല്ലതാണ്. അതിനകത്തെ ഫോസ്ഫറസ് കണ്ടൻറ്റ് തീർച്ചയായിട്ടും പൂക്കളുണ്ടാക്കാനായിട്ട് സഹായിക്കും. ഇട്ട് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, ഇഷ്ടമാണ്. ഞാനും ഇട്ട് കൊടുക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചേർക്കാവുന്നൊരു സാധനമാണ് മഗ്നീഷ്യം സൾഫേറ്റ്. മണ്ണിനകത്ത് മഗ്നീഷ്യം കണ്ടൻറ്റ് കുറവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും റോസ ചെടികൾക്ക് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കാം. നല്ല കളറുള്ള പൂക്കളുണ്ടാകാനും നല്ല വലുപ്പത്തിൽ പൂക്കളുണ്ടാകാനും മഗ്നീഷ്യം സൾഫേറ്റ് നന്നായിട്ട് സഹായിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിച്ചോ. പക്ഷേ മാസത്തിലൊന്ന് ഒരര സ്പൂണോ വല്ലം ചോട്ടിൽ നിന്ന് മാറ്റി ഇട്ട് കൊടുത്താൽ മതി. മഗ്നീഷ്യം സൾഫേറ്റ് ഒരിക്കലും അപകടകാരിയല്ല. അത് മുട്ടിന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി വാരി ഇടാതിരുന്നാൽ മതി. വേറെ പ്രശ്നമൊന്നും മഗ്നീഷ്യം സൾഫേറ്റിനെ കുറിച്ച് കൊണ്ട് ഉണ്ടാവാനായിട്ടില്ല. പിന്നെ നമുക്ക് വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 2 വളം ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ളതാണ് മുട്ടത്തോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മൾ വീഡിയോയിൽ കാണാറുണ്ട് മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുക എന്നൊക്കെ. ഈ മുട്ടത്തോട് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം മുട്ടത്തോടിനകത്ത് മുഴുവനും കാൽസ്യം കാർബണേറ്റാണ്.
ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് കാൽസ്യം. ഈ കാൽസ്യം വർഷത്തിൽ 2 പ്രാവശ്യം ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാൽസ്യം ഈ ചെടികളുടെ കോശഭിത്തിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നിൽക്കുകയും അത് ചെടികളെ മറ്റ് കീടബാധ ഉണ്ടാകാതെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കീടബാധ ഉണ്ടാകാതിരിക്കാനും മുട്ടത്തോട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മുട്ടത്തോട് എങ്ങനെയൊക്കെയാണ് ചെടികളെ സഹായിക്കുന്നതെന്നും മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് മുട്ടത്തോട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് നോക്കാവേ. നമ്മളൊരു ഷിമ്മിക്കൂടിനകത്ത് കുറേ മുട്ടത്തോട് എടുക്കുക, കുറേ അധികം, എന്നിട്ട് തല്ലി പൊട്ടിക്കുക, ചവിട്ടി പൊട്ടിക്കുക. ഇങ്ങനെ പൊടിച്ച് ഇച്ചിരി തേയിലയും കൂടി കൂട്ടി അങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ തേയിലയെന്ന് പറയുന്നത് ഒന്നിലെ കടയിൽ നിന്ന് വാങ്ങിച്ച ഫ്രഷ് തേയിലയാവാം, അത് കാശ് മുടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട നമ്മൾ ഉപയോഗിച്ച തേയില മതി. ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കണം. പാൽച്ചായക്കൊക്കെ ഉപയോഗിച്ചിട്ട് മധുരമൊക്കെ ഉപയോഗിച്ചിട്ട് എടുക്കുന്ന തേയിലയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണക്കി വേണം എടുക്കാൻ. നനഞ്ഞ പടി ഇടരുത്, കാരണം പൂപ്പൽ കയറാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും യാതൊരു പിശുക്കും കാണിക്കാതെ റോസയ്ക്ക് ചോട്ടിൽ നിന്ന് മാറ്റി നല്ലതായിട്ട് മണ്ണിനകത്തങ്ങ് മിക്സ് ചെയ്തിട്ടോ. എന്നിട്ട് മേലിലൊരിച്ചിരി മണ്ണൂടി അങ്ങിട്ടോ. റോസച്ചെടി പൂത്ത് എന്താ പറയുക, കൊലകളിങ്ങനെ മറിഞ്ഞ് പൂക്കും, അതുപോലെ പൂക്കും. യാതൊരു സംശയമില്ല. ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് പറയുന്നത്. പേരപ്പഴത്തൊലിയോ ഉള്ളിത്തോടോ ഒന്നും വേണ്ട. കഞ്ഞിവെള്ളം നല്ലതാണ്, പക്ഷേ ഈ സമയത്ത് കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഫംഗസ് ബാധിക്കാൻ സാധ്യതയുണ്ട്, മണ്ണിനകത്ത് കട്ട പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം വളരെ ലൈറ്റായിട്ട് പച്ചവെള്ളം പോലെ ഒഴിക്കാമെങ്കിൽ ഒഴിച്ചു കേട്ടോ. പക്ഷെ എന്നാലും വേണ്ട, സുഖമുള്ള കാര്യമല്ല. അത് ബുദ്ധിമുട്ടുണ്ടാക്കും ചെടിക്ക്. മണ്ണിനകത്ത് ബ്ലോക്ക് ഉണ്ടാകും. പിന്നെ ഫംഗസ് അല്ലാത്ത ആവശ്യമില്ലാത്ത കുറേ ബാക്ടീരിയകൾ ഇതെല്ലാം സൂക്ഷ്മജീവികളെല്ലാം വളരും. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത്. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം മരുന്നാണ്. തീർച്ചയായിട്ടും ഫംഗിസൈഡും ഇൻസെക്ടിസൈഡും നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം റോസയ്ക്ക്. മറ്റു ചെടികളെ പോലെയല്ല, റോസയ്ക്ക് അത് നിർബന്ധമാണ്. ഇപ്പോൾ റോസയ്ക്ക് മുരടിപ്പ് വന്ന റോസയെല്ലാം തന്നെ ഈ മഴയത്ത് കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുരടിപ്പ് മാറിയിട്ടാണ് എല്ലാവർക്കും കാണാൻ പറ്റും. എന്നിട്ടും മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ ആ ഇലകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നല്ല മഴയത്ത് വെച്ചോ. 2-3 മഴ കൊണ്ട് കഴിയുമ്പം അത് മാറി പുതിയ തളിപ്പ് വരുന്നത് കാണാം. അപ്പോൾ എടുത്ത് മാറ്റി വെക്കേണ്ടവരാണ് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഇലയെല്ലാം കൊഴിഞ്ഞിട്ട് ഈ പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ സീസണിൽ. മഴയില്ലാത്ത സീസണാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ ഫംഗിസൈഡും ഇൻസെക്ടിസൈഡും കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും റോസ വളർത്താനായിട്ട് എല്ലാവർക്കും സാധിക്കും. ആർക്കും പരാജയമാവില്ല. എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് റിസൾട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇടണേ, കമൻറ്റായിട്ട് ഇടണേ. കാരണം ആർക്കെങ്കിലും ഇത് തൃപ്തികരമായിട്ട് പോകാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് മറ്റുള്ളവർ പരിശോധിക്കട്ടെ. എല്ലാവർക്കും ഉപകാരമാണെങ്കിൽ അത് എല്ലാവരും ചെയ്യട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്